അവർ കഴുകിയിരിക്കുന്നു. അവർ കഠിന ദേഷ്യത്തോടെ എന്നെ ദൂഷിക്കുന്നു. എന്റെ പ്രാണനെ കാത്ത് എന്നെ വിധിക്കണമേ. നിന്നെ ശരണമാക്കിയിരിക്കാൻ ഞാൻ ലജ്ജിച്ചു പോകരുതേ. നിഷ്കളങ്കതയും നേരുമെന്നെ പരിപാലിക്കുമാറാകട്ടെ. നിഷ്കളങ്കതയും നേരുവനെ പരിപാലിക്കുമാറാകട്ടെ. ഞാൻ നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്നുവല്ലോ. ദൈവം ഇസ്രായേലിനെ അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും വീണ്ടെടുക്കണമേ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് ഈ ആഴ്ചവട്ടത്തിന്റെ ഒന്നാമത്തെ ദിവസം കർത്താവിനെ ആരാധിപ്പാൻ കർത്താവ് ഞങ്ങൾ കൂടി വന്നിരിക്കുന്നുവല്ലോ. ഇതിൽ സംബന്ധിക്കുന്ന ഏവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണം. വായിച്ച സങ്കീർത്തനത്തിനായ സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ട ദൂതുകളും ആലോചനകളും ദൈവശക്തിയും ദൈവിക നടത്തിപ്പോഴും ഇതിൽ നിന്ന് ഞങ്ങൾക്ക് പെരുമാറാകണമേ. ദൈവമേ, കർത്താവിന്റെ കൃപയാൽ ഞങ്ങൾ ഈ ലോകത്തെ ജയിച്ച ക്രിസ്തുയേശുവിനോട് കൂടെ ലോകത്തെ ജയിച്ച ജീവിതമായി ഞങ്ങൾ ആയിത്തീരുവാൻ, ഞങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ ഉപകാരങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടത് നൽകി തരണം. കടന്ന ജനത്തിനായ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഉപകരിക്കും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകും. ഇന്ന് ആഴ്ചവട്ടത്തിന്റെ ഒന്നാമത്തെ ദിവസമാണ്. കറുത്ത ദിവസം എന്ന് നമ്മൾ അതിനകത്തിൽ നിന്ന് പഠിക്കുന്നത്, ഈ ദിവസം നമ്മൾ ദൈവത്തെ ആരാധിപ്പാൻ നമ്മൾ സമർപ്പിക്കുന്ന ദിവസമാണ്. പഴയ നിയമത്തിൽ അത് ശബത്ത് ദിനം എന്ന് പറഞ്ഞിരിക്കുന്നു. ശബത്ത് എന്ന് പറയുന്നത് ആഴ്ചവട്ടത്തിന്റെ അവസാനത്തെ ദിവസമാണ്. എന്നാൽ കർത്താവ് മരിച്ചടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റതോടുകൂടി കറുത്ത ദിവസം എന്ന ദിവസത്തിലേക്ക്, ആഴ്ചവട്ടത്തിന്റെ ഒന്നാമത്തെ ദിവസത്തിലേക്ക് ആരാധനയും ദൈവിക സമർപ്പണങ്ങളെല്ലാം മനുഷ്യൻ കാലടക്കി വെച്ച് ദൈവത്തെ മാനിച്ച് ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തി ചെയ്യുന്ന ദിനമാകുന്നു. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ദൈവം തന്റെ ജനത്തെ വേർതിരിച്ചാൽ, ദൈവം തന്റെ ജനത്തെ വിശ്വാസത്തിലേക്ക് കൂട്ടിവെട്ടിയാൽ അവർക്ക് ഓർക്കേണ്ടതും ബഹുമാനിക്കേണ്ടതുമായ ദിവസങ്ങളുണ്ട്. അതിനെ പൊതുവെ പെരുന്നാളുകൾ എന്ന് പറയും, ഉത്സവ ദിവസങ്ങൾ എന്ന് പറയും. യഥാർത്ഥത്തിൽ എന്താണ് പെരുന്നാൾ? എന്താണ് ഈ ഉത്സവ ദിവസം? അത് നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത്. ഇനി തുടർന്ന് ലോകത്തിന്റെ അന്ത്യത്തിൽ ദൈവത്തെ അറിയുന്ന ജനത്തിന് പ്രാപിക്കാനുള്ള നന്മകൾ വിശേഷ ദിവസങ്ങളായിട്ട് മുൻപ് കൊടുക്കുന്നേ ഉള്ളൂ. അതാണ് പിറന്നാൾ ദിവസങ്ങൾ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മുഖ്യമായിട്ടുള്ള ദൈവത്തിന്റെ ജനം ഓർത്തിരിക്കേണ്ട ദിവസങ്ങൾ ശബത്ത് പെരുന്നാൾ. ശബത്ത് പെരുന്നാൾ എന്ന് പറയുന്നത് എന്തിനെ കുറിക്കുന്നു? ദൈവത്തിന്റെ വചനം പറയുന്നത് ആകയാൽ ദൈവജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. ക്രിസ്തു രാജാവായിട്ട് ഇവിടെ 1000 വർഷം വാഴും. അതാണ് ശബത്ത് നാളുകൾ, അല്ലെങ്കിൽ ശബത്ത് എന്ന സ്വസ്ഥത സൂചിപ്പിക്കുന്നു. അപ്പോ ശബത്ത് ദിവസം തുറന്നാൽ ഒരു ഒറ്റ കാര്യമാണ് ദൈവഭക്തന്റെ ഉള്ളിൽ. ഇവിടെ ഈ കാലങ്ങളൊക്കെ മാറും. ഇന്ന് കാണുന്നതൊക്കെ മായും. ഞാനും പോവും, ഒരു പക്ഷെ ഞാനും ഈ ഭൂമിയിൽ നിന്ന് പോകും. പക്ഷെ ഒരു ദിവസം മടങ്ങി വരും ആ ശബത്തിന്റെ അനുഭവത്തിന് വേണ്ടിയിട്ട്. അന്ന് യേശു രാജാവായിട്ട് ഇവിടെ വാഴും. അന്ന് ഞാനും ആ കൂടെ ഉണ്ട്. ഈ ഒരു ചിന്തയാണ് ശബത്ത് ദിവസത്തിൽ വേണ്ടത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ എന്റെ വിശുദ്ധ ശബത്തിനെ ഞാൻ അവർക്ക് കൊടുക്കും. ഒരു കാരണവശാലും ഇന്നത്തെ ദിവസം, ശബത്ത് ദിവസം ലാഭം ഉണ്ടാക്കാനോ അവരവരുടെ അധ്വാനത്തിനോ അവരവരുടെ തൊഴിലേക്കോ ഒന്നും പോകാൻ പാടില്ല. കാരണം അന്ന് കർത്താവിന്റെ കാൽക്കൽ
കാലടക്കി വെച്ച് സ്വസ്ഥത അനുഭവിക്കണം. കാരണം ഒരു സ്വസ്ഥത, വലിയൊരു സ്വസ്ഥത കർത്താവിനോട് വാഗ്ദത്തം ചെയ്തതിന്റെ മുന്നോടിയായിട്ടാണ് ഈ ദിവസത്തെ കർത്താവ് തന്നിരിക്കുന്നത്. ഇനി ഇതിനെ ആദരിക്കാത്തവൻ ആ ദിവസത്തേക്ക് ഉണ്ടാക്കി വെക്കുക. ഇതിനെ ആദരിക്കാതെ ഇന്ന് എല്ലാവർക്കും, പ്രത്യേകിച്ച് പല സമുദായങ്ങളിലും ഇന്നൊരു വിശേഷ ദിവസമാണ്. കല്യാണം നടത്താനും വിതയ്ക്കാനും നടാനും ഒക്കെ എല്ലാറ്റിനും നല്ല ദിവസം ഇതാ. എന്താ ചെയ്യുന്നത്, എന്താണ് ചെയ്യുന്നത് അറിവില്ല. നാളെ കർത്താവിന്റെ ശബ്ദത്ത് നാള് വരുമ്പോ അതിൽ പങ്കുണ്ടാവില്ല. നിനക്കെന്ത്, ഇത് വിശ്വാസികളുള്ളതാ. നീ വിശ്വാസിയായിരുന്നെങ്കിൽ അന്ന് കർത്താവിന്റെ ദിവസത്തെ മാനിക്കുമായിരുന്നു. ഇതിനെ സൂചിപ്പിച്ചൊരു ദിവസവും വീണ്ടും നമ്മൾ കാണുന്നത് പെസഹാ പെരുന്നാളാണ്. പഴയ നിയമത്തിൽ പെസഹാ പെരുന്നാള് അവർ ആചരിക്കണം. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളാണ്. അത് ആചരിച്ചേ പറ്റുള്ളൂ. കാരണം നാളെ യഥാർത്ഥ പെസഹ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വരും. ഈ പെസഹ പിന്നീട് അറക്കപ്പെട്ടതുപോലെ അവൻ അറക്കപ്പെടും. അത് കഴിഞ്ഞതിന് ശേഷം മനുഷ്യ വംശത്തിന് പുത്രത്വം ലഭിക്കും. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഉള്ളിൽ വസിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരും. അതിനെ സൂചിപ്പിക്കുന്നതായിരുന്നു ആ പെരുന്നാൾ. അതൊക്കെ ഒന്നും അവർ ഗ്രഹിച്ചില്ല. വീണ്ടും നമ്മൾ പഠിക്കുന്നത് ആദ്യഫല പെരുന്നാളാണ്. ആദ്യഫല പെരുന്നാളിനെ കുറിച്ച് നമ്മൾ യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, നിങ്ങളെ ക്രിസ്തുവിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ആദ്യഫലം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്നാമത് ക്രിസ്തു പോയി, ഇനി ക്രിസ്തുവിനുള്ളവര് ആദ്യഫലമായി തീർത്തുകൊണ്ടിരിക്കുക കേട്ടോ. അതിന്റെ മുന്നോടിയായിട്ടാണ് ആദ്യഫല പെരുന്നാൾ അവര് ആചരിച്ചത്. തുടർന്നാണ് പെന്തക്കോസ്ത് പെരുന്നാൾ. പെന്തക്കോസ്ത് പെരുന്നാള് പഴയ നിയമത്തിൽ ആചരിക്കുമ്പോഴെല്ലാം വരാനിരിക്കുന്ന നാളിൽ ക്രിസ്തു എന്ന പെസഹാ കുഞ്ഞാട് അറക്കപ്പെട്ടതിന് ശേഷം 50 ദിവസം ആകുമ്പോൾ 50ാമത്തെ ദിവസം സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും സകല ജനത്തിന്മേലും പകരും. അത് വലിയൊരു ഉത്സവം തന്നെയാണ്. അങ്ങനെ അതിനെ കണ്ടുകൊണ്ടാണ് ആ പെരുന്നാൾ അവർക്ക് കൊടുക്കുന്നത്. സ്തോത്രം. വീണ്ടും നമ്മൾ കാണുന്നത് അടുത്ത പെരുന്നാൾ എന്ന് പറയുന്നത് കാഹളപ്പെരുന്നാൾ. അത് കർത്താവ് ഗംഭീരനാഥത്തോടും പ്രതാപത്തിന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് വരികയും എന്നുള്ള വചനപ്രകാരം സഭയെടുക്കാൻ ഇങ്ങോട്ട് വരുന്നത് അന്ന് ആ നാളുകളെ ഓർമ്മിച്ചിരുന്ന കാഹളപ്പെരുന്നാൾ. പഴയ നിയമത്തിന് അവർ കാഹളം ഉണ്ടാക്കിയ കാഹളം ഒരു കാഹളപ്പെരുന്നാൾ ആചരിക്കുമ്പോഴത്തേക്കും ഇത്ര വലിയൊരു നാളെ അത്രയും അവർ കണ്ടിരുന്നില്ല. കാരണം അത്രയും ഉൾക്കാഴ്ചയുള്ളവർ വളരെ ചുരുക്കമായിരുന്നു. അത്രമാത്രം വിശ്വസ്തരും വിശ്വാസികളും മാത്രമേ അത് കണ്ടിരുന്നുള്ളൂ. അത് ഞാൻ പെരുന്നാളിലേക്ക് കടക്കാൻ പോവാ, വരാൻ പോവാ. ഇനി 7ാമത്തെ പെരുന്നാളാണ് കൂടാര പെരുന്നാൾ. അതായത് ഭൂമിയിൽ ദൈവവും ക്രിസ്തു ലോകത്തെ ഭരിച്ച് വിശുദ്ധന്മാർക്ക് ഭൂമിയെ കർത്താവ് അവകാശമാക്കി കൊടുത്ത് ഇവിടെ വാഴുന്ന നാളാണ് കൂടാര. അന്ന് നിങ്ങൾ കൂടാര പെരുന്നാളിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? വീടുകളുടെ മുകളിൽ, മുറ്റത്ത്, പരിസരങ്ങളിലൊക്കെ ഒലിവ് കമ്പുകളും ഈന്തപ്പനയുടെ കമ്പുകളും എല്ലാം കൊണ്ടുവന്ന് കുടില് കെട്ടണം. കുട്ടികൾ കളിക്കാൻ കെട്ടണം പോലെ. അങ്ങനെ വീട് കെട്ടിയിട്ട് അതിന് താമസിക്കണമെന്ന് വരാനിരിക്കുന്ന ക്രിസ്തുവിലൂടെ ആ ഭൂമിയെ കൈവശമാക്കി ജീവിക്കുന്ന ആ നാളുകളെ നോക്കിക്കൊണ്ടാണ്. ഇതായിരുന്നു ഈ പെരുന്നാളുകളെ എല്ലാം പൊരുളെന്ന് നമ്മൾ ചിന്തിക്കും. അതുകൊണ്ട് നമുക്ക് ബാധകമല്ല. അതായത് പുതിയ നിയമത്തിലുള്ളവർ പലരും പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. പുതിയ നിയമത്തിലുള്ളവർക്ക് ഇതൊന്നും ബാധകമല്ല, ഏത് പെരുന്നാളുകളും ബാധകമല്ലെന്ന്. ഈ പറയുന്ന ശബത്ത് പെരുന്നാളോ പെസഹാ പെരുന്നാളോ ആദ്യഫല പെരുന്നാളോ അതുപോലെ തന്നെ പെന്തക്കോസ്ത് പെരുന്നാളോ കാഹള പെരുന്നാളോ കൂടാര പെരുന്നാളോ ഇതൊന്നും അവർക്ക് പെന്തക്കോസ്തുകാർക്ക് ബാധകമല്ലെന്ന് പറയാം. അങ്ങനെയല്ല, യഥാർത്ഥത്തിൽ അവർക്കാണിത്. അവരിത് വരാനിരിക്കുന്ന അനുഗ്രഹത്തിന്റെ മുന്നോടിയായി
കണ്ട് ദൈവം പെരുന്നാൾ കൊടുത്തതാ. നമ്മൾ അനുഭവിക്കുക. ശബത്തിനും കർത്താവായ യേശു ലോകത്തിലേക്ക് വന്നു. അവൻ പെസഹ യാഗമായ കുഞ്ഞാടിനെ ആയിട്ട് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാടായിട്ട് പെസഹ അറുക്കപ്പെട്ടു. അവനിൽ പെന്തക്കോസ്ത് പെരുന്നാളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ജനത്തിലേക്ക് വന്നു. തുടർന്ന് ഇവിടെ ആദ്യഫലത്തിന്റെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ആദ്യഫലങ്ങളെ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടമൊന്നും നമ്മൾ ആ പെരുന്നാളില്ല. ഇനി ഇതേ അടുത്തത് കാഹള പെരുന്നാൾ വരുവാണ്. അതിനുശേഷം കൂടാര പെരുന്നാൾ വരുവാണ്. ഇതെല്ലാം അനുഭവിക്കാനുള്ള നന്മയുടെ മുന്നോടിയായിരുന്നു. നമുക്കോ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ കാണുന്നതിനെ കാണാൻ അനേകം ആഗ്രഹിച്ചു. ഏറിയ പ്രവാചകന്മാരും രാജാക്കന്മാരും നിങ്ങൾ കാണുന്നതിനെ കാണാനും കേൾക്കുന്നതിനെ കേൾക്കാനും ആഗ്രഹിച്ചു, കേട്ടില്ല, കണ്ടില്ല. നിങ്ങൾക്കോ ഇത് അനുഭവിക്കാൻ അവസ്ഥ വന്നു, അവസരം വന്നു, ഭാഗ്യം വന്നു. അത് നമ്മുടെ ഭാഗ്യം എത്ര വലുതാണ്. അതുകൊണ്ട് നമ്മളിപ്പോ ഇന്ന് പറഞ്ഞു വരുന്നതിന്റെ സാരം, ഇത്രമാത്രം ഒരു ഭാഗ്യം ദൈവം തന്റെ ജനത്തിന് നൽകിയതിന്റെ ഭാഗമാണ് ആരാധനാ ദിവസം. അതുകൊണ്ട് ആരാധനാ ദിവസം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ചെറുതായി കാണുകയോ നിസ്സാരമായി കണ്ട് അതിനെ തള്ളിക്കളയുകയോ, ആ ദിവസം നമുക്ക് വ്യക്തിപരമായിട്ടുള്ള ചിന്തകൾക്കോ വിചാരങ്ങൾക്കോ പ്രവൃത്തികൾക്കോ ഉള്ള സമയമല്ല. ഇത് ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ട, ദൈവത്തെ ആരാധിക്കാൻ മാറ്റിവെക്കേണ്ട സമയമാണ്. ഇന്ന് നാം ഈ അനുഭവിക്കുന്നതിന് ഒത്തവണ്ണം ഒരു സ്വസ്ഥതയുടെ ദിവസം നമുക്ക് വെച്ചിട്ടുണ്ട്. ആ ദിവസം കർത്താവ് നമുക്ക് തരും. അന്ന് നമുക്ക് അതിനോടുകൂടി സന്തോഷിക്കാൻ തക്കവണ്ണം പ്രാപ്തനാക്കണം എന്നുള്ള ആശയോടുകൂടി നമ്മൾ ഈ ദിവസം ആയിരിക്കാൻ, ഈ ആരാധനയിലായിരിക്കാൻ ദൈവം നമുക്ക് നൽകുവാറാണ്. നമ്മളിന്ന് വായിച്ചത് 25-ാം സങ്കീർത്തനമാണ്. 25-ാം സങ്കീർത്തനം ദൈവത്തെ കാത്തിരിക്കുന്നവരുടെ സങ്കീർത്തനമാണ്. അങ്ങനെ പല പല ദൈവികമായിട്ടുള്ള സത്യങ്ങളും അടങ്ങിയതാണ്. അതിലൊരു വചനത്തിൽ നമ്മൾ കാണുകയാണ്, നിന്റെ സത്യത്തിൽ എന്നെ നടത്തി പഠിപ്പിക്കണം. 25-ാം സങ്കീർത്തനം 5-ാം വാക്യം, നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണം. നീ എന്നെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ, ദിവസം മുഴുവൻ ഞാൻ നിങ്ങൾക്ക് പ്രത്യാശ വയ്ക്കുന്നു. നിന്റെ സത്യത്തിൽ എന്നെ നടത്തി പഠിപ്പിക്കണം. സത്യം എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ. സത്യം എത്രയേ ഉള്ളൂ. അവിടെയാണ് അനേകരും വിചാരിച്ചിരിക്കുന്നത്. ദൈവം എന്ന് പറയുന്നത് ഒരാള് പറയാണ്, എനിക്കറിയാം ഒരു ദൈവത്തെ, ഇന്ന് വരെ എനിക്ക് അവരൊരു കുറ്റം വരുത്തിയിട്ടില്ല എന്നുള്ള നിലയിൽ സംസാരിക്കുക. ആരാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് സൂര്യൻ വെളിച്ചവും ചൂടും എല്ലാം തരുന്നത് ഇതിൽ നിന്ന്. അതാണ് ദൈവമായിട്ട് പുള്ളി അദ്ദേഹം കണക്കൂട്ടുന്നത്. അദ്ദേഹത്തിന്റെ സത്യം അതാ. ഓരോരുത്തർക്കും ഓരോ സത്യമാണ്. എന്നാൽ യഥാർത്ഥ സത്യമായതൊന്നും അറിയാൻ പാടില്ല. നാളെ ന്യായവിധിയെങ്കിൽ ഇവരെല്ലാവരും വരും. ന്യായവിധിയിൽ എല്ലാവരും വരുമ്പോ ഒരു ചോദ്യമുണ്ട്. ന്യായവിധിയിൽ സംസാരമുണ്ടോ? ഉണ്ട്. 51-ാം സങ്കീർത്തനം പറയുന്നത്, സംസാരിക്കുമ്പോൾ നീതിമാനായി വിധിക്കുമ്പോൾ നിർമ്മലനായിരിക്കേണ്ടത് തന്നെ. സംസാരിക്കുമ്പോൾ നീതിമാനായിരുന്നു. സംസാരമുണ്ട്, ഒരു സംസാരം. അതെന്താ സംസാരം? എല്ലാവരും അവരവരുടെ ന്യായം പറയുന്ന ഒരു ദിവസം. ന്യായവിധി ദിവസത്തിൽ സംസാരിക്കണം. സംസാരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നീ എന്തുകൊണ്ട് ഇത്രയും ഇങ്ങനെ നടന്നു? ഇങ്ങനെയുള്ള ചോദ്യത്തിന് മറുപടി പറയേണ്ട ഒരു ദിവസമുണ്ട്. അഭിമേലെക്കിനോട് കർത്താവ് പറഞ്ഞതുപോലെ, നീ എടുത്തിരിക്കുന്ന സ്ത്രീ നിമിത്തം നീ മരിക്കേണ്ടി വരും. ദൈവം അവരോട് സംസാരിക്കുക. അവൻ മടിച്ചില്ല. കർത്താവ്, നീതിയുള്ള ജാതിയെയും നീ സംഹരിക്കോ? അവന്റെ പെങ്ങളാണ് ഇതെന്ന് പറഞ്ഞത് കൊണ്ടാണല്ലേ ഞാനെടുത്തെ. അപ്പൊ അവന്റെ സത്യത്തെ അറിഞ്ഞിറങ്ങി. അവൻ അറിഞ്ഞതല്ല സത്യം എന്നുള്ളത് വേറെ കാര്യം. അവന്റെ സത്യത്തിൽ അതാണ്. അവ കർത്താവ് പറഞ്ഞു,
നീ ഇത് ഹൃദയപരമാർത്ഥത്തോടെ ചെയ്തു എന്ന് ഞാൻ അറിയുന്നു. കാരണം നീ ഇത് ഹൃദയപരമാർത്ഥത്തോടെ ചെയ്തു എന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ടാകുന്നു നീ എന്നോട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ നിന്നെ തടുത്തു. അപ്പൊ ഏത് മനുഷ്യനും അത് തെറ്റാണ് അറിഞ്ഞതെന്നിരിക്കട്ടെ, തെറ്റാണ് അറിഞ്ഞതെങ്കിൽ ആ അറിഞ്ഞത് സത്യമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നടക്കും. അതില്ലാതെ വരുമ്പോഴാണ് പ്രശ്നം. ഇപ്പോ ഒരാള് വിഗ്രഹത്തെ ആരാധിക്കുക, ദിവസവും വൈകുന്നേരം സന്ധ്യയാകുന്ന സമയത്ത് 7 മണിക്ക് പോയി ഒരു മെഴുതിരിയും കത്തിക്കും, ആ, അതിന് മുമ്പിൽ ചെന്ന് പരാതി പറയും, സങ്കടപ്പെടും, പാട്ട് പാടും, സ്തുതിക്കും, അതെല്ലാം ചെയ്യും. അവിടെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഈ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചില ദിവസം ചിലപ്പോ ഇത് ഇവരുടെ വലിയൊരു ഒരു എസ്റ്റേറ്റ് വരെയുള്ള സ്ഥലമാണ്. ഇത് ഇവര് ഒരു സേവയുള്ള വീടാണ്. നോക്കിയിട്ട് അവിടുന്ന് എന്തെങ്കിലും കളവ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഇവിടെ ഇരിക്കുന്ന എന്തിനാന്ന് ചോദിച്ചു നേരെ അതിന്റെ ദോഷം പറയും. അല്ലെങ്കിൽ ഞാൻ അതിന്റെ വിശദീകരണം കിടന്നാൽ അത് വേറൊരു ലൈനായിപ്പോ, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അപ്പോ അവിടെ പറയുന്നത് ഇവര് ഇത് വെറും കരിങ്കല്ലിനെ ദൈവമായിട്ട് ആരാധിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ബഹുമാനം കൊടുക്ക്. ആർക്ക്? ദൈവത്തിനല്ല പറയണം, ആ കരിങ്കല്ലിന് കൊടുക്ക്. നീ വിചാരിച്ചിരിക്കുന്നത് കരിങ്കല്ലാണ് ദൈവം എന്ന്, അതിന് കൊടുക്കും. ഇത് അത് ദൈവമെന്ന് പറയുകയും ചെയ്യും, അതിനെ മാനിക്കുകയില്ല. എന്നത് തന്നെ നാളെ ന്യായവിധി ദിവസത്തെങ്കില് കർത്താവിന്റെ ദിവസം വരും. കർത്താവ് ദിവസം വരുമ്പോഴത്തേക്കും അന്യാരാധന ചെയ്തിട്ടുള്ള എല്ലാവരെയും ന്യായം വിധിക്കുമ്പോൾ ഇത് വൈദവൻ ചോദിക്കും, കർത്താവേ, എൻ്റെ അപ്പനും എൻ്റെ മാതാപിതാക്കളും എൻ്റെ കുടുംബവും എൻ്റെ തലമുറയും മുഴുവനും ഇതാ ദൈവം എന്നാ വിചാരിച്ചിരുന്നത്. അങ്ങനെ അവര് കാണിച്ചു തന്ന മാതൃകയിൽ ഞങ്ങളെ പഠിപ്പിച്ച് ഞങ്ങൾ അതങ്ങ് ചെയ്തു. ഇന്ന് ഞങ്ങൾ ന്യായം വിധിക്കപ്പെടാൻ പോവാ. ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? കാരണം അവിടെ ചോദിക്കുന്ന ഒറ്റ ചോദ്യമുള്ളൂ, അതാണ് സത്യ ദൈവം എന്നല്ലേ നിങ്ങൾ വിചാരിച്ചേ? അങ്ങനെയല്ലേ മാതാപിതാക്കൾ പഠിപ്പിച്ചേ? ശരി, അങ്ങനെയെങ്കിൽ അതിന് തക്ക ബഹുമാനം നീ ഇവിടെ കൊടുത്തിട്ടുണ്ടോ? അതിന് തക്കവണ്ണം ഭക്തി നീ നിനക്കവിടെ ഉണ്ടായിരുന്നോ? ഉത്തരം മുട്ടി. കാരണം ആ വെറും കരിങ്കല്ല് ദൈവമാണെന്ന് നീ പറയുന്നു. അങ്ങനെ ദൈവമാണെന്ന് നിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അതിന് തക്ക ബഹുമാനം, ആ ദൈവം ഒരു ദൈവത്തിന് കൊടുക്കുന്ന എല്ലാ ബഹുമാനവും നീ അതിന് കൊടുത്തിരുന്നെങ്കിൽ ദൈവം നിന്റെ ജീവിതത്തിൽ വെച്ച് തന്നെ സത്യദൈവത്തെ ആരാധിക്കാൻ മാറ്റിയതേ. സത്യദൈവത്തെ ആരാധിക്കാൻ നിന്നെ വേദനിക്കുമായിരുന്നു. പക്ഷെ അവിടെ നീ വിശ്വസ്തത കാണിച്ചിട്ടില്ല. അവിടെയാണ് ഇത് എല്ലാവരുടെയും വിഷയമാണ്. എല്ലാവരും. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം ഒരു തന്റെ ദാസൻ ത്രിയേക ദൈവം അല്ലെങ്കിൽ തത്വ ദൈവം അതിന് വിശ്വസിക്കുന്ന ഒരു ദാസൻ, അദ്ദേഹം ഇതിന്റെ സത്യം അറിയാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്. ദിവസങ്ങളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്താണ് ഇതിന്റെ വിഷയം? അത് ദൈവമെങ്കിൽ അതാണ് ദൈവമെങ്കിൽ അതിന് തക്ക ബഹുമാനം അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിർത്തില്ല ദൈവം. സത്യം അറിയാനായിട്ട് കർത്താവ് കൂട്ടിക്കൊണ്ടുവരും. അതാണ് ഒരു മനുഷ്യന്റെ പ്രാർത്ഥന. എല്ലാവരും ചിന്തിച്ചിരിക്കേണ്ടതാണ്. ദൈവമേ, ഞാൻ ഇതാണ് സത്യമെന്ന് വിചാരിക്കുന്നത്, ഇത് വഴിയാണ് ശരിയെന്ന് നീ വിചാരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഇതിൽ മുമ്പോട്ട് പോകുന്നു. യഥാർത്ഥ സത്യം നിനക്കേ അറിയാവുള്ളൂ, ആ സത്യത്തിൽ നീ എന്നെ നടത്താവൂ. ഈ ഒരു പ്രാർത്ഥന ഉണ്ടായിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. തക്ക സമയമാകുമ്പോഴേക്കും അധേനക്കാര് കല്ലിനെയും, എണ്ണമറ്റ കല്ലും മരവും അവരുടെ ദൈവങ്ങളാ. അത് നോക്കിയിരുന്നപ്പോൾ ഒരിടത്ത് എഴുതി വെച്ചിരിക്കുന്ന അജ്ഞാതദേവൻ, ദൈവം അതിലെ പരമാർത്ഥമുള്ളതിനെ തള്ളിക്കളഞ്ഞില്ല. അവിടെ സുവിശേഷം അറിയിച്ചു അപ്പോസ്തലനായ പൗലോസിനെ കൊണ്ട്. ഇവിടെയാണ് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ ഇന്ന്
കേട്ടത് പ്രകാരം ദൈവമേ നിന്റെ സത്യത്തിൽ എന്നെ നടത്തി പഠിപ്പിക്കണം. നമ്മൾ അറിയുന്നതൊന്നുമല്ല യാഥാർത്ഥ്യം. നമ്മളൊന്നും അറിയുന്നതല്ല പൂർണ്ണമായി. കർത്താവിന്റെ ദാസൻ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത് നാം അംശമായി മാത്രം കാണുന്നു. അറിയേണ്ടതുപോലെ ഇന്നുവരെ നാം ഒന്നും അറിഞ്ഞിട്ടില്ല. നമുക്കറിയാൻ പാടില്ല. കാരണം അത്ര ഗ്രഹിക്കാനുള്ള കെൽപ്പ് നമുക്കില്ല. പക്ഷേ അല്പമേ അറിഞ്ഞുള്ളെങ്കിലും ആ അറിഞ്ഞതിനൊത്തവണ്ണം ഒരു പരമാർത്ഥത ഉണ്ടോ? ഉണ്ടെങ്കിൽ നിശ്ചയം ഒരു ദിവസം നമ്മൾ അവന്റെ സത്യത്തിലെത്തും, സമ്പൂർണ്ണതയിലെത്തും. ഇന്ന് നമ്മൾ കടമൊഴിയായി കാണുന്നു, കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു. അന്ന് മുഖാമുഖം കാണും, നേർക്ക് നേരെ കാണും. എന്നാൽ ഇന്ന് അറിഞ്ഞ സത്യത്തിൽ നിലനിൽക്കാത്തവൻ ആ ലക്ഷ്യത്തിലെത്തുകയില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുക. ദൈവസന്നിധിയിൽ നാം ആയിരിക്കുന്നുവല്ലോ. നമ്മൾ പലതും പഠിക്കുന്നു, ഗ്രഹിക്കുന്നു, പലതിലും നമ്മൾ മുമ്പോട്ട് സഞ്ചരിക്കുന്നു. നമ്മൾ മാലാഖി പ്രവൃത്തി വായിക്കുന്നത് പോലെ ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ ദൈവമെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ? അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർത്തു വേണം. അതാണ് ദൈവത്തിന് വചനം പറഞ്ഞത്, എപ്പോഴും ഭയത്തോണ്ടിരിക്കുന്ന മനുഷ്യൻ പാടുക. ദൈവഭയം എപ്പോഴും ഉണ്ടോ? അവൻ നശിച്ചു പോകില്ല. കാരണം വചനം പറയുന്നത് നേരുള്ളവർക്ക് എപ്പോഴും ദൈവഭയം ഉണ്ടാകും. നേരുള്ളവർ എവിടെ മുടിഞ്ഞു പോയിട്ടുള്ളൂ? നേരുള്ളവർക്ക് ഒരു നന്മയ്ക്ക് മുടക്കം വരുത്താത്തവൻ. മനുഷ്യനെ ശ്രദ്ധിച്ചത് തന്നെ ദൈവം നേരുള്ളവനായിട്ടാണ്. ദൈവം ഒരു മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഏറ്റവും പരമമായ സ്വഭാവം, ഏറ്റവും വലിയ സ്വഭാവം എന്ന് പറഞ്ഞത് അത് തന്നെയാണ്. ഏതാണ്? നേരുള്ളവനായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അവനെ ദൈവത്തിന്റെ സത്യത്തിൽ ദൈവം എത്തിക്കും. ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്? എന്താണ് ചെയ്യുന്നത്? പലപ്പോഴും നമ്മൾ കരയിൽ പോകും. ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണോ? ഞാൻ നിൽക്കുന്നതൊക്കെ ശരിയാണോ? ഒന്നും അറിയാൻ പാടില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ അറിയുന്നത്, അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞപ്പോൾ ഞാൻ ചെയ്യുന്നത് മേലാലും ചെയ്യും. കാരണം ഞാൻ സത്യമെന്ന് അറിഞ്ഞതാണ് ചെയ്യുന്നത്. അത് മേലാലും ചെയ്യും എന്നുള്ള തീരുമാനം ഉണ്ടെങ്കിൽ ദൈവം അവനെ കരം പിടിച്ച് എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിക്കും. അതുകൊണ്ട് ഇന്ന് കർത്താവ് നമ്മെ ഗ്രഹിപ്പിച്ച ആ പരമസത്യത്തിൽ തന്നെ നിന്ന് നമ്മൾ നമ്മുടെ ജീവിതം ധന്യമാക്കി തീർക്കുവാൻ, കർത്താവിനാൽ നാം ലക്ഷ്യത്തിലെത്തുവാൻ തക്കവണ്ണം കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാണ്. യേശുവിന്റെ അടിസ്ഥാനം ആശ്രയമാവാനി